അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു. രാജാവിന് അസുഖം ബാധിച്ചു. ഇഹലോകവാസം വെടിയാനുള്ള സമയമായി. അദ്ദേഹത്തിന് എഴുന്നേൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹം മരണത്തിനോട് അടുക്കുകയാണ്. ഈ സമയത്ത് ഈ സന്യാസി വരെയും കൊട്ടാരത്തിലെത്തി. അങ്ങനെ രാജാവിന്റെ മുന്നിലെത്തിയിട്ട് പറഞ്ഞു, അങ്ങ് വെട്ടിപ്പിടിച്ച സമ്പാദ്യമെല്ലാം അങ്ങ് മരണശേഷം കൊണ്ടുപോകുകയോ ചോദിക്കുകയാണ്. അപ്പോൾ രാജാവിന് വളരെ അത്ഭുതം തോന്നി. അപ്പൊ രാജാവ് ചോദിച്ചു, അതെങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും? എന്നാൽ അങ്ങുണ്ടാക്കിയ ബന്ധങ്ങളെല്ലാം അങ്ങനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ? അപ്പോൾ രാജാവ് കൗതുകത്തോടുകൂടെ നോക്കിയിട്ട് പറഞ്ഞു, അതെങ്ങനെ സാധിക്കുന്നത്? ഒരിക്കലും സാധിക്കില്ല എന്ന് പറയാണ്. അപ്പൊ സന്യാസി വരെയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കി, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കി, എന്നാൽ ഈ ഒരു ജീവിതത്തിൽ അങ്ങ് നേടിയെടുക്കാൻ സാധിക്കാത്തതും എന്നാൽ മരണശേഷം കൊണ്ടുപോകാൻ സാധിക്കുന്നതുമായ ഒന്ന് അങ്ങ് നേടിയെടുത്തില്ല എന്ന് പറയാണ്. അപ്പൊ രാജാവ് ചോദിക്കുകയാണ്, അതെന്താണ്? മരണശേഷം കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്താണ് ഞാൻ നേടിയെടുക്കാത്തത് ചോദിക്കാണ്. ഭഗവാനോടുള്ള പ്രേമഭക്തി. അതൊരിക്കലും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ഒരു ഭൂമിയിൽ നമുക്ക് മരണശേഷം കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഭഗവാനോടുള്ള ഭക്തി. ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയാണ് നമുക്ക് നമ്മുടെ മരണശേഷം കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒന്നും നിങ്ങൾ നേടിയെടുത്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പം എല്ലാവരും ഈ പണത്തിന് പിന്നാലെ ഓടുന്ന എല്ലാവരും തന്നെ ഒരു നേരമെങ്കിലും ആ ഭഗവാനോട് പ്രേമഭക്തിയോടുകൂടെ നോക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണം.